Hello guys and welcome back to Best Car Picks. ഫോർഡ് ഇന്ത്യ കഴിഞ്ഞ വർഷം അവരുടെ ചെന്നൈയിലുള്ള പ്ലാന്റിൽ ഇന്ത്യയിലുള്ള മാനുഫാക്ചറിങ് ഓപ്പറേഷൻസ് അല്ലെങ്കിൽ വണ്ടികൾ ഇവിടെ പ്രൊഡ്യൂസ് ചെയ്ത് പുറത്തേക്ക് എക്സ്പോർട്ട് ചെയ്യാനുള്ള ഒരു പരിപാടി തുടങ്ങുന്നതിനെ പറ്റിയുള്ളൊരു MOU നമ്മുടെ തമിഴ്നാട് ഗവൺമെൻറ്റുമായിട്ട് സൈൻ ചെയ്തതായിരുന്നു. അവർ സാനന്ദ് ഗുജറാത്തിലുള്ളവരുടെ പ്ലാന്റ് ടാറ്റയ്ക്ക് വിറ്റതാണ്, പക്ഷെ എന്നാലും ചെന്നൈയിലുള്ള പ്ലാന്റ് അവർ വിറ്റിട്ടില്ലായിരുന്നു. സോ ബേസിക്കലി അങ്ങനത്തെ ഒരു എക്സ്പോർട്ട് ഓപ്പറേഷനാണ് ഫോർഡ് ഇന്ത്യയിൽ തുടരാൻ പോകുന്നത് എന്ന് നമുക്കറിയായിരുന്നു. 2024 ആകുമ്പോഴേക്കും അവർ പരിപാടി തുടങ്ങുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ കഴിഞ്ഞ വർഷം ലേറ്റായി അവർ MOU സൈൻ ചെയ്തപ്പോൾ തന്നെ. ആൻഡ് ഈ വർഷം ആയിരിക്കും മിക്കവാറും അവരുടെ ബാക്കി ഓപ്പറേഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാന്നുള്ള രീതിയിലും എത്തിയായിരുന്നു. പക്ഷെ എന്നാൽ ഇപ്പോൾ നമുക്ക് ഇന്ത്യയിൽ കിട്ടാൻ പോകുന്ന പുതിയ എൻഡേവറിനെ പറ്റിയുള്ള കുറച്ച് ഡീറ്റെയിൽസും കൂടെ വന്നിട്ടുണ്ട്. ആൻഡ് വേറൊരു കാര്യമുള്ളത്, ഇതിൻ്റെ പേര് എൻഡേവർ എന്ന് തന്നെ ആയിരിക്കണമെന്നില്ല, കാരണം ഈ വണ്ടി അവർ ഇമ്പോർട്ട് ചെയ്താണ് കൊണ്ടുവരാൻ പോകുന്നത്. ചിലപ്പം എവറസ്റ്റ് എന്ന് പറഞ്ഞ പേരിൽ തന്നെ അറിയപ്പെടാം. പേരെന്താണെങ്കിലും ഇതിൻ്റെ എഞ്ചിൻ ഓപ്ഷൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ അടുത്ത് നമ്മുടെ ഓട്ടോകാർ ഇന്ത്യ ഒഫീഷ്യലായിട്ടുള്ള ന്യൂസ് അല്ലെങ്കിലും അവരുടെ ഇൻറ്റേർണൽ റിപ്പോർട്ട്സ് അനുസരിച്ച് പുറത്തുവിട്ടിരിക്കുന്നതെന്നാണ് പറയുന്നത്. നമുക്ക് നേരത്തെ എൻഡേവർ BS4 ഉണ്ടായിരുന്ന സമയത്ത് 2 എഞ്ചിൻസ് ആയിരുന്നു എൻ്റെ അകത്ത് കിട്ടിയിരുന്നത്. ഒന്നൊരു 2.2 ലിറ്റർ ടർബോ ഡീസലായിരുന്നു, പിന്നെ ഉണ്ടായിരുന്ന 3.2 ലിറ്റർ നമ്മുടെ 5 സിലിണ്ടർ ഡീസൽ എഞ്ചിനാണ്. ഇപ്രാവശ്യം ഏകദേശം സിമിലർ ആയിട്ടുള്ളൊരു അപ്രോച്ചാണ് അവർ പിടിക്കാൻ പോകുന്നത്. നമുക്ക് പണ്ട് മുതൽ എവറസ്റ്റിൻ്റെ 2.0 ലിറ്റർ ബൈ ടർബോ ഡീസൽ എഞ്ചിൻ കിട്ടും എന്നുള്ളൊരു സംഭവം ഉണ്ടായിരുന്നു, ഒരു കേട്ടുകേൾവി ഉണ്ടായിരുന്നു. കാരണം BS6 ആയപ്പോഴേക്കും അവർ 2 ലിറ്റർ എഞ്ചിൻ തന്നെയാണ് തന്നത്, പക്ഷേ അത് സിംഗിൾ ടർബോ ആയിരുന്നു, പവറൊക്കെ കുറച്ച് കുറവായിരുന്നു. പിന്നെ 10 സ്പീഡ് ഓട്ടോമാറ്റിക്കും കൂടെ ആയപ്പോഴേക്കും അധികം പവറും ഇല്ല, ഒരുപാട് ഗിയേഴ്സും ഉണ്ട്. അങ്ങനെയൊക്കെ ആയിട്ട് വണ്ടി ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരുന്നു. ഇപ്രാവശ്യം എന്തായാലും അക്കാര്യത്തിലൊക്കെ ഒരു തീരുമാനമായിട്ടുണ്ട്. 2 എഞ്ചിൻസ് തന്നെയാണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. ഒന്ന് അവരുടെ സെയിം 2 ലിറ്റർ ഡീസൽ എഞ്ചിൻ തന്നെയാണ്, പക്ഷേ ഇപ്രാവശ്യം നമുക്ക് ബൈ ടർബോ എഞ്ചിൻ ആയിരിക്കും കിട്ടാൻ പോകുന്നത്. അതായത് 210 PS പവറും അതുപോലെ 500 Nm ടോർക്കുമാണ് ഇത് ജനറേറ്റ് ചെയ്യാൻ പോകുന്നത്. ഫുൾ ടൈം 4 വീൽ ഡ്രൈവ്, റിയർ വീൽ ഡ്രൈവ് അങ്ങനത്തെ ഓപ്ഷൻസിലൊക്കെ നമുക്ക് ഇൻ്റർനാഷണലി കിട്ടുന്നുണ്ട്. ആൻഡ് ഈ വണ്ടി തന്നെ അവർ 10 സ്പീഡ് ഓട്ടോമാറ്റിക്കിലാണ് ഇപ്പോഴും കൊടുക്കുന്നത്. അതുകൊണ്ട് ട്രാൻസ്മിഷൻ ഓപ്ഷൻ മാറില്ല, പക്ഷേ വണ്ടിക്ക് പവർ വരുന്നതുകൊണ്ട് നമുക്ക് ആ ഒരു ഭയങ്കര മിസ്സിങ് അല്ലെങ്കിൽ എപ്പോഴെപ്പോഴും ഗിയർ ബോക്സ് കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്ന ഒരു ഫീൽ ഇതിനകത്ത് ഉണ്ടാവില്ല. പിന്നെ വരുന്ന എഞ്ചിനാണ് ദ ലെജൻഡറി V6 ഡീസൽ. നേരത്തെ നമുക്ക് 5 സിലിണ്ടർ എഞ്ചിൻ ആയിരുന്നെങ്കിൽ ഇപ്രാവശ്യം അവർ അതൊക്കെ വിട്ട് നേരെ V6 ഡീസലിലോട്ടാണ് പോയിരിക്കുന്നത്. ഇത് ഫോർഡ് ഇന്റർനാഷണൽ ഉപയോഗിക്കുന്ന ഒരു എഞ്ചിനാണ്. ആൻഡ് പറഞ്ഞു വരുമ്പം ഇതിന് 250 PS പവറും അതുപോലെ 600 Nm ടോർക്കുമാണ് വരുന്നത്. അത്യാവശ്യം വളരെ ടോർക്കായിട്ടുള്ളൊരു എഞ്ചിനാണ്, നല്ല പവറും ഉണ്ട്. നമുക്കിപ്പോൾ ഈ ഒരു സെഗ്മെൻറ്റിൽ നോക്കുകയാണെങ്കിൽ ഒരൊറ്റ വാഹനത്തിനും V6 ഡീസൽ അല്ലെങ്കിൽ ഈവൻ 5 സിലിണ്ടർ എഞ്ചിൻസ് പോലും നമുക്കിപ്പോൾ അവൈലബിൾ അല്ല. എൻഡേവർ ആണ് അത്രയും സിലിണ്ടർ കപ്പാസിറ്റി കൂടിയ എഞ്ചിൻസ് ഒക്കെ നമുക്ക് ഇതുവരെ തന്നിട്ടുള്ളത്. ഫോർച്യൂണർ എടുക്കുകയാണെങ്കിൽ 4 സിലിണ്ടർ ആണ്, ക്ലോസ് ടു തന്നെ ഡെഫിനറ്റ്ലി 4 സിലിണ്ടർ ആണ്. അത് എഗൈൻ ബൈ ടർബോ എഞ്ചിനാണ്, അതിൻ്റെ അകത്തും വരുന്നത് 2 ലിറ്റർ തന്നെയാണ്. സോ അതുമായിട്ട് ഇതിനൊന്നും ഒരു കോമ്പറ്റീഷൻ ഇല്ല. വലിയ എഞ്ചിനാണ്, 3 ലിറ്റർ ആണ്. ആൻഡ് നമുക്കിപ്പോൾ കിട്ടുന്ന ഫോർച്യൂണർ ആണെങ്കിൽ പോലും 2.8 ആണ് വരുന്നത്. പക്ഷേ അത് 4 സിലിണ്ടർ ആയതുകൊണ്ട് നമുക്ക് പവർ വൈസ് 204 PS 500 Nm ടോർക്ക് തന്നെ ആ വണ്ടിയും ജനറേറ്റ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പം ടോർക്ക് ഇതിന് 100 Nm അടുത്ത് കൂടുതലാണ്, പവറും നല്ല കൂടുതലുണ്ട്. ഇനി അതല്ലാണ്ട് നമ്മൾ ഈ വാഹനത്തിൻ്റെ എക്യുപ്മെൻറ്റ്സ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ എടുക്കുകയാണെങ്കിൽ അതിപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി അറിയായിരിക്കും, ഇഷ്ടംപോലെ പ്രാവശ്യം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഇതിനകത്ത് ഇൻഫോടൈം സിസ്റ്റം വരുന്നത് 12 ഇഞ്ചാണ്, LED ഇൻഫോടൈം സിസ്റ്റമാണ് വരുന്നത്. അതിൻ്റെ അകത്ത് വയർലെസ് ആൻഡ്രോയിഡ്, ആപ്പിൾ കാർപ്ലേ എല്ലാം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇൻസ്റ്റോൾ ക്ലസ്റ്റർ ആണെങ്കിലും 12.4 ഇഞ്ച് സൈസ് വരുന്ന ഒരു ക്ലസ്റ്ററാണ് അവർ കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഇതിനകത്ത് ഡ്യുവൽ സോൺ AC ഉണ്ട് ഫ്രണ്ടിൽ. അതുപോലെ തന്നെ സെൻറ്റർ കൺസോൾ ഏരിയ നോക്കുകയാണെങ്കിൽ വളരെ പ്രീമിയമാണ്. ഈ വാഹനത്തിൻ്റെ ഷിഫ്റ്ററിനൊരു പ്രത്യേകതയുണ്ട്. നമ്മൾ ഡ്രൈവിലിട്ടിട്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയി കഴിഞ്ഞാലും വണ്ടി തന്നെ പാർക്കിലേക്ക് പോകും. അതും ഗിയർ ലിവർ ഡ്രൈവിലിരുന്നിട്ട് വണ്ടി പാർക്കിംഗ് ബ്രേക്ക് എൻഗേജ് ചെയ്യും നല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഗിയർ ഷിഫ്റ്റർ തന്നെ അനങ്ങി ഡ്രൈവ് ചെയ്യുന്ന പാർക്കിലേക്ക് പോകും എന്നാണ്. സോ അത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സംഭവമാണ്. അങ്ങനെ ഒരുപാട് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഈ വാഹനത്തിൻ്റെ അകത്തുണ്ട്. നമുക്ക് ഫ്രണ്ടിലത്തെ ഡ്രൈവർ സീറ്റിൽ 10-way ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ്മെൻ്റ് ആണ് അവർ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ അകത്ത് തന്നെ മെമ്മറി ഫംഗ്ഷനൊക്കെ വരുന്നുണ്ട്. പാസഞ്ചർ സീറ്റ് പോലും നമുക്ക് 10-way തന്നെയാണ് ഇലക്ട്രിക് അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നത്. പിന്നെ അതല്ലാതെ ഫ്രണ്ടിൽ നമുക്ക് ഹീറ്റഡ് അതുപോലെ വെന്റിലേറ്റഡ് സീറ്റ്സിൻ്റെ ഓപ്ഷൻ ഉണ്ട്. ബാക്കിൽ ഒരു ഹീറ്റഡ് സീറ്റ്സ് കൊടുക്കുന്നുണ്ട് ചില വേരിയൻസിൽ. അതിപ്പം ഇന്ത്യയിൽ വരുമെന്ന് എനിക്കറിയില്ല, നമുക്ക് അതിൻ്റെ ആവശ്യമില്ല ഹീറ്റഡ് സീറ്റ്സിൻ്റെ. ഇപ്പോൾ ഇത്രയും നേരം നമ്മൾ പറഞ്ഞെല്ലാം പോസിറ്റീവ്സ് ആണ്. ഇനിയിപ്പോൾ കുറച്ചൊരു നെഗറ്റീവ് ആയിട്ടുള്ള സൈഡ് പറയാനാണെങ്കിൽ അത് ഇതിൻ്റെ പ്രൈസിങ് ആയിരിക്കും. ഫോർച്യൂണർ തന്നെ ഇപ്പോൾ ഏകദേശം 50 to 55 lakhs അടുത്ത് വരെയൊക്കെ എക്സ്ഷോറും പോകുന്നുണ്ട്. അതായത് ഓൺ റോഡ് 65 ലക്ഷം രൂപയുടെ അടുത്ത് വില വരുന്നൊരു വണ്ടിയാണ് ഇപ്പോൾ ഫോർച്യൂണർ. പക്ഷേ ഈ വണ്ടിയും ഒട്ടും വില കുറവൊന്നും ആയിരിക്കില്ല. ഇത് CBU ആയിട്ട് ഇന്ത്യയിലേക്ക് വരും എന്നാണ് ഇനിഷ്യൽ സ്റ്റേജിൽ പറയപ്പെടുന്നത്. അതെന്തിനാണ് അങ്ങനെ പറയുന്നത് എന്നെനിക്കറിയില്ല. കാരണം ഫോർഡ് ഇന്ത്യയിൽ ലോക്കലി മാനുഫാക്ചർ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ആ ലോക്കലി മാനുഫാക്ചർ ചെയ്ത വണ്ടികൾ അവർ ഇന്ത്യയിൽ വിൽക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് വേറെ കാര്യം. പക്ഷേ എന്തായാലും പുറത്തേക്ക് അവർ എക്സ്പോർട്ട് ചെയ്യും. അപ്പോൾ പിന്നെ എൻഡേവർ അല്ലെങ്കിൽ എവറസ്റ്റ് എന്ത് പേരിലൂടെ പ്രൊഡ്യൂസ് ചെയ്താലും ആ വണ്ടി നമുക്ക് ഇവിടെ തരുന്നത് കൊണ്ട് അവർക്ക് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. ആ സെയിം പരിപാടിയാണ് സിട്രോയിൻ ചെയ്യുന്നത്. അവരുടെ എഞ്ചിൻസ് അവരുടെ മാക്സിമം ഉണ്ടാക്കുന്നുണ്ട്, വണ്ടികളുണ്ടാക്കി പുറത്തോട്ട് വിടുന്നുണ്ട്. അതിൻ്റെ കൂടെ ഇന്ത്യക്കാർക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കൊടുക്കാം എന്ന് പറയുന്ന പോലെ അവർ ഇവിടെ കുറച്ച് വണ്ടികൾ കൊടുക്കുന്നുണ്ട്. അത് മാത്രമേ ഉള്ളൂ.
അല്ലാതെ സിട്രോയിനൊക്കെ ഇന്ത്യയിൽ വണ്ടി വിറ്റ് ജീവിക്കുന്ന കമ്പനിയൊന്നും അല്ല. അവർ എഞ്ചിനും അതുപോലെ വണ്ടികൾ എക്സ്പോർട്ട് ചെയ്തൊക്കെയാണ് ഏറ്റവും കൂടുതൽ റവന്യൂ ഉണ്ടാക്കുന്നത്. ഫോർഡും അത് തന്നെയാണ് ഇനിയിപ്പോൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന വണ്ടി നമുക്ക് ഇനിയിപ്പോൾ ഇമ്പോർട്ട് ചെയ്ത് വേറെ തരേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അവർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന വണ്ടി തന്നെ തരാനാണെങ്കിൽ കുറച്ചൊക്കെ വില കുറച്ചും തരാൻ പറ്റും. അതെന്തായാലും നമുക്ക് നോക്കാം. ഇത് ആദ്യം തന്നെ CBU സ്റ്റേജ് വന്നിട്ട് അതിന് ശേഷമായിരിക്കും പിന്നെ അവർ ഇവിടെ ലോക്കലി മാനുഫാക്ചറിങ് തുടങ്ങുന്നതെന്നൊക്കെയാണ് പറയുന്നത്. ഇനി CBU ആയിട്ട് വരാനാണെങ്കിൽ ഈ വാഹനത്തിൻ്റെ പ്രൈസ് ഏകദേശം 60 to 70 lakhs ആവാൻ ചാൻസ് ഉണ്ട്. എക്സ്ഷോറൂം ഓൺ റോഡ് അല്ല. 60 lakhs എക്സ്ഷോറൂം വരാണെങ്കിൽ ഓൺ റോഡ് എങ്ങനെയായാലും 70ക്ക് മുകളിൽ പോകും. ഇനിയിപ്പം 70 lakhs എക്സ്ഷോറൂം വരാണെങ്കിൽ ഓൺ റോഡ് ഏകദേശം 80 lakhs പോകും. 80 ലക്ഷം രൂപയൊക്കെ കൊടുത്ത് എൻഡേവർ ആരെങ്കിലും എടുക്കുമോ എന്ന് എനിക്കറിയില്ല. പക്ഷെ എന്തായാലും ആ ഒരു പ്രൈസ് പോയിന്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടെക്കാൾ ഏകദേശം ഒരു 10 ലക്ഷം രൂപ കൂടുതൽ ആ ഒരു റേഞ്ചിൽ വന്നാൽ പോലും വലിയ കുഴപ്പമില്ല, ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റും. കാരണം V6 ഡീസൽ എഞ്ചിൻ കിട്ടുന്നുണ്ട്, അതിനേക്കാൾ ടൺ കണക്കിന് ഫീച്ചേഴ്സ് കൂടുതൽ കിട്ടുന്നുണ്ട്. ആൻഡ് ഓവറോൾ ക്യാബിൻ എക്സ്പീരിയൻസ് ഒക്കെ ആണെങ്കിലും വളരെ നല്ലതാണ്. അതുകൊണ്ട് വേണമെങ്കിൽ ജസ്റ്റിഫൈ ചെയ്യാം. പക്ഷേ ഇതിൻ്റെ പകുതി വിലയ്ക്കാണ് ഇവരിത് പുറത്തു കൊടുക്കുന്നത് എന്നുള്ളൊരു കാര്യം കൂടെ നമ്മൾ ആലോചിക്കേണ്ടി വരും. ഇവരിത് മാത്രമല്ല, ഇവിടെ വേറെ പല വാഹനങ്ങൾ ഇമ്പോർട്ട് ചെയ്ത്, അതായത് ഇലക്ട്രിക് വാഹനങ്ങൾ ഇവിടെ ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടിരുന്നു പറയുന്നുണ്ട്. പിന്നെ എവറസ്റ്റ് തന്നെ ബേസ് ചെയ്തിട്ടുള്ളൊരു പിക്കപ്പ് ഉണ്ട്. ആക്ച്വലി പിക്കപ്പ് ബേസ് ചെയ്തിട്ടാണ് അവർ SUV ഉണ്ടാക്കിയത്. അതാണ് എവറസ്റ്റ്. ആദ്യം വന്ന റേഞ്ചറാണ്. സോ ഈ റേഞ്ചർ എന്ന് പറഞ്ഞ വണ്ടിയും ഇന്ത്യയിൽ ഇറക്കുന്നതായിട്ട് പറയുന്നുണ്ട്. അത് പക്ഷേ ഇറക്കിയിട്ട് വലിയ കാര്യമുണ്ടോ എന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല. കാരണം ടൊയോട്ട വരെ ഇന്ത്യയിൽ അവരുടെ ഹൈലക്സ് കൊണ്ട് നല്ല രീതിയിൽ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 8 to 10 ലക്ഷം രൂപയുടെ അടുത്ത് ഡീലർ ലെവലിൽ ഒരു ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട് വണ്ടി വിറ്റ് പോകത്തുകൊണ്ട്. അപ്പോൾ പിന്നെ ടൊയോട്ട സ്ട്രഗിൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഫോർഡിനെ ഇപ്പം ഒന്ന് പോയി പിന്നെ തിരിച്ചു വന്നിങ്ങനെ ഒരു പിക്കപ്പ് ഇറക്കുകയാണെങ്കിൽ അധികം ആൾക്കാരും വാങ്ങാൻ ചാൻസ് ഇല്ല. നമുക്ക് ഇന്ത്യയിൽ ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള പിക്കപ്പായിട്ട് പറയാൻ പറ്റുന്ന ഇസൂസുവിൻ്റെ D-Max V-Cross ആയിരുന്നു. അതിപ്പോൾ കുറേ കാലമായിട്ട് ഇന്ത്യയിലുണ്ട്. പക്ഷെ എന്നാലും വോളിയൂംസിൻ്റെ ഒക്കെ കേസ് എടുക്കുകയാണെങ്കിൽ വളരെ മോശം തന്നെയാണ് പിക്കപ്പ്സ് ഇന്ത്യയിൽ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇങ്ങനെ ഒരു വണ്ടി ഇറക്കി കഴിഞ്ഞാൽ സെയിൽസ് വോളി എന്തായാലും അവർക്ക് കിട്ടാൻ പോകുന്നില്ല. പിന്നെ ഒരു നീഷ് പ്രൊഡക്റ്റ് ആയിട്ടൊക്കെ വേണമെങ്കിൽ വിൽക്കാം എന്ന് മാത്രം. ഈ വണ്ടിയും ഇറക്കുകയാണെങ്കിൽ നമുക്ക് ഈ സെയിം പവർ ട്രെയിൻ ഓപ്ഷൻസും വെച്ചും അതുപോലെ ഫീച്ചേഴ്സ് വെച്ചൊക്കെ തന്നെയായിരിക്കും വരാൻ പോകുന്നത്. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു കമ്പനി ഇങ്ങനെ ഇന്ത്യ വിട്ട് പോയി കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ചു വരികയാണെങ്കിൽ പൊതുവേ ആൾക്കാർ ആ കമ്പനിയെ പിന്നീട് അങ്ങനെ ആക്സെപ്റ്റ് ചെയ്യാറില്ല. ഫിയറ്റൊക്കെ ഇത് കുറേ പ്രാവശ്യം ചെയ്തിട്ടുള്ളതാണ്. ഒന്ന് പോകുന്നു പിന്നെയും തിരിച്ചു വരുന്നു എന്നൊക്കെ പറഞ്ഞ്. പക്ഷേ അപ്പോഴേക്കും ആൾക്കാർ ആ കമ്പനി മൊത്തമായിട്ടങ്ങ് വിട്ടിട്ടുണ്ടാകും. പിന്നെ അവർക്ക് അതിൽ കാശ് ഇൻവെസ്റ്റ് ചെയ്യാൻ പേടിയായിരിക്കും. കാരണം പിന്നെ എങ്ങനെ ഇട്ടിട്ട് പോയാലോ എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് വെച്ച്. പക്ഷെ എന്തായാലും ഇവരിപ്പോൾ ഇത്രയും വില കൂടിയ വണ്ടികൾ വിൽക്കുന്നുണ്ട്, ആ ഒരു സംഭവം വരാനുള്ള സാധ്യത കുറവാണ്. പിന്നെ ഇന്ത്യയിലേക്ക് തിരിച്ചു വരാൻ പറ്റിയ ഏറ്റവും നല്ല വാഹനമായിട്ടാണ് അവർ വരുന്നത്. കാരണം ഏറ്റവും കൂടുതൽ ഫോർഡിന് ഇവിടെ ഒരു ബ്രാൻഡ് വാല്യൂ ഉണ്ടാക്കി കൊടുത്ത വാഹനമാണ് എൻഡവർ. അതിന് താഴത്ത് പിന്നെ ഇക്കോസ്പോർട്ടൊക്കെ ഉണ്ട്. സെയിൽസ് വോളിയൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇക്കോസ്പോർട്ട് വളരെ നല്ലതായിരുന്നു. പക്ഷേ ആ ഒരു പ്രൈസ് പോയിന്റ് വെച്ചും അതുപോലെ ഫോർഡിൻ്റെ ഒരു റേഞ്ച് ടോപ്പിംഗ് വാഹനം എന്നുള്ള രീതിയിൽ നമ്മൾ നോക്കുമ്പോൾ എൻഡവർ നല്ലൊരു അഡീഷനാണ്. അവർ ഇന്ത്യയിലേക്ക് വരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആദ്യം കൊണ്ടുവരാൻ പറ്റിയ വണ്ടി എന്നുള്ള രീതിയിൽ. പിന്നെ വരാൻ പോകുന്ന വണ്ടികളാണ് റേഞ്ചറും അതുപോലെ ബാക്കി ഇലക്ട്രിക് വണ്ടികളൊക്കെ. അതിൻ്റെയൊക്കെ സെയിലിൻ്റെ കാര്യത്തിൽ നമ്മൾ പിന്നെ നോക്കി ഇരിക്കേണ്ടി വരും. സക്സസ്ഫുൾ ആകുന്നുള്ളതൊക്കെ പിന്നത്തെ കാര്യമാണ്. എന്തായാലും ഗൈസ്, ഫോർഡ് ഇനിയിപ്പോൾ ഈ വർഷം തിരിച്ചു വരുന്നതിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം, അതുപോലെ വരുമെന്നുള്ളതിനെ പറ്റിയുള്ള തോട്ട്സൊക്കെ തീർച്ചയായും താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ വണ്ടിക്ക് എന്തെങ്കിലും നല്ല ആക്സസറീസോ ക്ലീനിങ് പ്രൊഡക്ട്സോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനൽ ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്യുക, അല്ലെങ്കിൽ വ്യൂ പ്രൊഡക്ട്സ് കൊടുത്താൽ മതി. എൻ്റെ അകത്തെല്ലാം കാണും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്കും സബ്സ്ക്രൈബും ഷെയറും കൂടെ ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.